മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, ഇപ്പോൾ മഴക്കാലമാണ്. ഇപ്പോൾ വളരെയധികം ശക്തമായ കാറ്റാണ് ഇന്ന് അടിച്ചത്. ഞാനിപ്പോൾ പൂന്തറ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സമീപത്ത് നിൽക്കുന്നത്. ഇവിടെ അമ്മച്ചി മരം എന്ന് പറയുന്ന വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരം ഈ കാറ്റത്ത് റോഡിലേക്ക് മറിഞ്ഞു വീണ ലൈൻ കമ്പികളൊക്കെ തകരാറിലായിട്ടുണ്ട്. ഇപ്പോൾ അത് ഗതാഗതം വളരെയധികം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയത് മുറിച്ച് നീക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് തന്നെ ലൈവിലേക്ക് പോകാം. അത് ഇവിടെ കാണാൻ ഗതാഗതം ഇപ്പോൾ വളരെയധികം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂന്തറയ്ക്ക് പോകുന്നവർ പരമാവധി വേറൊരു വഴി, അഥവാ ഭീമാപ്പള്ളി വഴി മാത്രമേ ഇനി വരാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വഴി ഇതിനകത്തില്ല. താഴ്ത്തി പിടിച്ചോ, ഇവിടെ താഴ്ത്തി പിടിച്ചോ. ഇതിപ്പോ ആഷ്യാന സ്റ്റുഡിയോ KSEB ഇപ്പോഴുണ്ട്. കടയ്യ മരം ഇവിടുത്തെ ഇപ്പൊ ഇങ്ങോട്ട് ഭീമാപ്പള്ളിയിലേക്ക് പോവാം. ഇത് പൂന്തറ KSEB ആണ്. KSEB ഫ്രണ്ടിലുള്ള ഒരു അമ്മച്ചി മരം എന്ന് പറയുന്ന വർഷങ്ങൾ പഴക്കമുള്ള മരമാണ്. ഈ മരമാണ് ഇപ്പോ താഴേക്ക് വീണേക്കുന്നത്. എന്നാൽ അതിന് മുറിച്ചു മാറ്റാൻ ഫയർഫോഴ്സ് എത്തിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടസൽ കാണുന്നത് JCB ആണ്. ഈ പറഞ്ഞ KSEB ആണ്. ഈ വലിയൊരു മരമാണ്. മരം മുറിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂന്തറ KSEBയുടെ മുമ്പിലുള്ള മരമാണ് മുറിഞ്ഞു വീണത്. എന്നാലും ആളുകളുടെ എത്തിയിട്ടുണ്ട്. വഴി ബ്ലോക്കായി ലൈൻ കമ്പിയെല്ലാം പൊട്ടി വീണ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. പ്രഷർ അതൊന്ന് ഷെയർ ചെയ്യണം. പൂന്തറയ്ക്ക് പോകാൻ വരുന്നവർ എന്നാൽ ഇതിൽ വന്നിട്ട് കാര്യമില്ല, കാരണം പോകാൻ സാധിക്കുന്നില്ല. എന്തായാലും ധൃതി തന്നെ ഇത് മുറിച്ച് മാറ്റാനുള്ള ഒരു പരിശ്രമമാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയം കാണും. കാരണം പരമാവധി ഇവിടെയുള്ള ലൈൻ കമ്പിയൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത്, അഥവാ KSEBയുടെ ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു വലിയ മരം ഇവിടെ നിന്നാണ് നേരെ മുറിഞ്ഞ് റോഡിനെ കുറുകെ വീണിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് പോയ ഈ ഒരു ലൈൻ കമ്പി അത് പൊട്ടി വീണിട്ടുണ്ട്. എർത്ത് പാസ് ചെയ്തു. പക്ഷേ എന്നാലും ഇതിപ്പോൾ ലൈൻ കമ്പി കട്ട് ചെയ്തുകൊണ്ടാണ് ഈ മരം മുറിച്ചു മാറ്റാനുള്ള ഒരു പരിശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ 2-3 ഫയർഫോഴ്സും എത്തിയെന്നാണ് അറിയാൻ സാധിച്ചത്. കൂടുതൽ അങ്ങോട്ട് നമുക്ക് പോകാൻ സാധിക്കും. കാണാൻ പറ്റുമോ? മതിലിടിഞ്ഞാണ് വീണങ്ങനെ അല്ലേ? മതിലിടിഞ്ഞാണ് വീണങ്ങനെ. മതിലിടിഞ്ഞു പോയി. ഇതാണ് ഇതിന്റെ മൂഡ്. ഇത് ഈ ഇലക്ട്രിസിറ്റി ഇരിക്കുന്നതിന് പൂന്തറ KSEBയുടെ ഭാഗത്താണ് ഈ ഒരു മരം ഉള്ളത്. ഇത് ആ വീടിന്റെ മുമ്പിൽ നിന്നും ആ വീട് മതിൽ തകർത്താൻ ഇത് റോഡിന് കുറുകെ വീടിരിക്കുന്നത്. ഇതിനെ മുമ്പിലുള്ള ഈ പറഞ്ഞതുപോലെ തന്നെ ലൈൻ കമ്പികളെല്ലാം തകർന്നുകൊണ്ടാണ് ഈ മരം ഓപ്പോസിറ്റ് വീണിക്കുന്നത്. ആളപായമൊന്നും ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കാരണം ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാലും മുറിച്ച് മാറ്റാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നത്. വലിയൊരു മരമാണ്. അമ്മച്ചി മരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ലൈൻ കമ്പിയും പോസ്റ്റും എല്ലാം താഴേക്ക് വീണതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും പൂന്തറയിൽ നിന്ന് അമ്പലത്തറയിലേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. അത് ഭീമാപ്പള്ളി വഴി പോകേണ്ടി വരും. അതേപോലെ തന്നെ അമ്പലത്തറയിൽ നിന്ന് പൂന്തറയ്ക്കും പോകാൻ സാധിക്കുന്നില്ല. അവർക്കും തിരിച്ച് ഭീമാപ്പള്ളി വഴി കറങ്ങി വന്നാലേ പൂന്തറയ്ക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോ എവിടത്തെ ഫയർഫോഴ്സ് ആണ്? ഇത് എവിടത്തെ ഫയർഫോഴ്സ്? ഇതേ നിങ്ങൾ ഇവിടെ ഇലക്ട്രിസിറ്റി എങ്ങനെ ഇത് വീണത്? ഇപ്പോ നൈറ്റ് ആയിരുന്നു. ഉടനെ ഇത് ഡിസ്കണക്ട് ചെയ്തു. ആണല്ലേ? ഓക്കെ.
അപ്പൊ ഉടനെ വിളിച്ചപ്പോൾ തന്നെ വേറെ ആളാപായമൊന്നും ഇല്ല. ഇതിപ്പോ അമ്മച്ചിപ്പല മരം എന്ന് പറഞ്ഞാൽ ഒരു വർഷങ്ങളോടും പഴക്കമുണ്ടോ ഇതിനകത്ത്? അല്ല, ഇതിപ്പോ വീടാണോ അതോ വീടാണ്? അവര് ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പൊ അവരെ മതിലെന്ന് കർത്താൻ ഇപ്പൊ വീണേക്കുന്നത്. ഓക്കെ. നിങ്ങൾ KCB ഉദ്യോഗസ്ഥനാണ്. ഓക്കെ. അപ്പൊ ഇതാണ് KCB ഉദ്യോഗസ്ഥന് പറയാനുള്ളത്. കാരണം ഈ മരം വീണ ഉടൻ തന്നെ ഒരു ലൈൻ കട്ട് ചെയ്തു. അതിനുശേഷം ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് എത്തി. ഏതാണ്? അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും പ്രകൃതിയായി തന്നെ ഈ ഒരു പരിപാടി എന്തായാലും മുറിച്ചു മാറ്റാനൊരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരം കാരണം വലിയ മരമായതുകൊണ്ട് തന്നെ ശിഖരങ്ങൾ മുറിച്ച് മാറ്റിയതിനു ശേഷം മാത്രമേ ഇതിനെ കുറുകെയുള്ളത് മുറിച്ച് മാറ്റാൻ സാധിക്കുകയുള്ളൂ. വാളുണ്ട് വാളിരിക്കണം. വാളൊന്ന് മാറ്റിയാ മതി. ഇത് വഴിയിലേ വാള് മാറ്റി വെച്ചു. മാണിക്കുളകം വാർഡ് കൗൺസിലർ ഇപ്പോൾ SM ബഷീർ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ചോദിച്ചു നോക്കാം. മഴ ക്യാമറ നനയും. എന്നാലും പ്രേക്ഷകർ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. ഈ പറഞ്ഞതുപോലെ പൂന്തറയിൽ നിന്ന് അമ്പലത്തറയിലേക്ക് പോകാൻ എന്തായാലും KCBയുടെ മുമ്പിലൂടെ പോകാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ അമ്പലത്തറയിൽ നിന്ന് പൂന്തറയിലേക്ക് പോകാനും KCBയുടെ മുമ്പിൽ പോകാൻ സാധിക്കില്ല. അവർ തിരിച്ച് ഭീമാപ്പള്ളി വഴി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുവഴി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ബഷീർ ശിഖരങ്ങൾ മുറിച്ച് മാറ്റാനൊരു ശ്രമമാണ്. വലിച്ചു വിളിച്ചായി എന്നാലേ അങ്ങോട്ട് വീഴുള്ളൂ. വീടാറായി. അങ്ങനെ മാണിക്കുളകം വാർഡ് കൗൺസിലർ ബഷീറും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ മരമാണ്. അതിൻ്റെ പകുതി ഭാഗത്തോളം കട്ട് ചെയ്ത് മാറ്റിയാലേ മുറിച്ച് നീക്കാൻ പറ്റുള്ളൂ. എന്നാലേ വലിച്ചിട്ട് കാര്യമുള്ളൂ. വലിച്ചാൽ വരില്ല. ഇനിയും കട്ട് ചെയ്യണം. ഏതായാലും ഇവിടെ പൂന്തറ ആശാന സ്റ്റുഡിയോയിൽ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോയാൽ ഭീമാപ്പള്ളി വഴി പൂന്തറയ്ക്ക് പോകാൻ സാധിക്കും. ഇവിടെ നാട്ടുകാരും ഫയർഫോഴ്സും ഒരുമിച്ചാണ്.
മതി അവിടുന്ന് മാറിയിക്കാൻ നമുക്ക് ഒരു ശിഖരം ഇപ്പോഴും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു ശാസ്ത്രീയമായ നിലയിൽ തന്നെയാണ് അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് മാറ്റിയാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ ആ മരം പൂർണ്ണമായി മുറിച്ച് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ ശിഖരങ്ങൾ മുറിച്ച് മാറ്റി ഇനി അത് പൂർണ്ണമായും ഒഴിവാക്കണമെങ്കിൽ ഇനി ബാക്കിയുള്ള ശിഖരങ്ങൾ കൂടി മുറിച്ച് മാറ്റിയാൽ അത് ആക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നാട്ടുകാർ പറയുന്നത് ഇത് വലിയൊരു കാറ്റല്ല അടിച്ചിരുന്നത്, എന്നാൽ ഇത് എങ്ങനെ മുറിഞ്ഞ് വീണു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ വീടിനകത്തുനിന്നുള്ള മരം, ഈ വലിയൊരു മരമാണ് ഇതിൻ്റെ മതിൽക്കെട്ടോടുകൂടി തകർന്ന് താഴേക്ക് വീണ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ നാട്ടുകാരുടെ എല്ലാവരും ഒരു സഹായം, വളരെയധികം സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ലൈറ്റ് ഓഫ് ആയാ വണ്ടി ഓഫായ ഇതിന്റെ പെട്രോൾ ഉപയോഗ ബഷീറ. എന്തായാലും വാർഡ് കൗൺസിലർ ഇവിടെ എസ് എം ബഷീർ നമ്മളുണ്ട്. എങ്ങനെയാണ് ഇതിപ്പോൾ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു മരമാണ്, ഇത്ര കാരണം വലിയ കാറ്റൊന്നും അടിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു വീഴാൻ എന്താണ് സംഭവത്തില്? സ്വാഭാവികമായിട്ട് മൂട്ടിൽ അതിനുള്ള മണ്ണില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പം വലിയ മരമായി നമ്മളൊക്കെ കണ്ട മരമല്ലത്. ആ മരത്തിന്റെ വെയിറ്റാണ് നമുക്ക് കാണാം. ഇതിന്റെ തടിയുടെ ആ വണ്ണം നോക്കുമ്പോൾ അറിയാൻ കഴിയും. മാത്രമല്ല എങ്കിലും നല്ല വെയിറ്റ് ആയിരുന്നു. ഇങ്ങനെ താങ്ങിക്കിടന്ന് കാരണം അങ്ങ് താഴോട്ട് പോയി. വേറെ എന്തെങ്കിലും അപകടം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ദൈവാനുഗ്രഹം ഉണ്ടായിട്ടില്ല. ഇപ്പൊ എവിടുത്തെ ഫയർഫോഴ്സാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ ഇതാണ് വാർഡ് കൗൺസിലറിന് പറയാനുള്ളത്. എന്തായാലും ഉചിതമായ നിലയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇതിലൊരു നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനങ്ങൾ പൂന്തറ കൗൺസിലറും എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് അവരെ കിട്ടിയിട്ടില്ല, അപ്പുറത്തെ ഭാഗത്തായിരിക്കണം. എന്നാലും ഇവിടുത്തെ മാണിക്കളം വാർഡ് കൗൺസിലർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് വീണ്ടും മുറിച്ച് മാറ്റാനുള്ള പരിശ്രമമാണ് നിൽക്കുന്നത്. ഡേറ്റ ഫയർഫോഴ്സാണ് ഇപ്പോൾ എത്തിയതെന്നാണ് അറിയാൻ സാധിച്ചത്. JCB ഉണ്ടെങ്കിലേ മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നത്. കാരണം അത്രയും വലിയൊരു മരമായത് കൊണ്ട് തന്നെ മറിച്ച് മാറ്റാൻ ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. JCB കിട്ടുന്ന നമ്പർ ഉണ്ടെങ്കിൽ JCB ഉണ്ടെങ്കിൽ ഇത് കടകളൊന്നും അല്ലല്ലേ വീണത്? കടകളെ പുറത്തൊന്നും അല്ലല്ലോ വീണത്? ട്രാൻസ്ഫോമർ. വേറെ അപകടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? നിങ്ങൾ അപ്പോഴേ ഇവിടെ ഉണ്ടായിരുന്നോ? കുറെ ഉണ്ടായിരുന്നു. എങ്ങനെ 7:45? അപ്പൊ അപ്പോഴും വലിയ പരിശ്രമം. അപ്പോഴും തന്നെ ഫയർഫോഴ്സ് എത്തിയോ? ആ സമയത്തിന് എത്തി. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാരെ, കുട്ടികളെല്ലാവരും, നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നാണ് ഇപ്പോൾ ഇത് മുറിച്ചു മാറ്റാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള ഫയർഫോഴ്സ് എത്തി. അപ്പോൾ അവരെ സഹായിക്കാൻ ഇവിടെ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ എന്തായാലും കറണ്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ വെളിച്ചം ഒരു പ്രശ്നമാണ്. മാത്രമല്ല JCB ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുറിച്ച് മാറ്റാൻ, ഇളക്കി മാറ്റാൻ സാധിക്കുള്ളൂ.
ഇത് വർഷങ്ങളോളം പഴക്കമുള്ളതാണോ ഇത്? വലുള്ളതാണ്. എന്തായാലും അത് പൂന്തറ KCBയുടെ മുമ്പിലാണ് ഈ മരം കടപുഴകി വീണത്. അമ്മച്ചി മരം എന്നാണ് അറിയപ്പെടുന്നത്. ഈ മരം വർഷങ്ങളോളം പഴക്കമുള്ള മരം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ വലിയ കാറ്റല്ലാതെ തന്നെ ഇത് താഴേക്ക് വീണിട്ടുണ്ട്. വീടിന്റെ മതിൽ തകർത്താണ് ഇത് റോഡിലേക്ക് മറിഞ്ഞു വീണത്. KCBക്ക് സമീപമാണ് ഇത് തകർന്ന് വീണത്. എന്നാലും വാഹനം ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി പൂന്തറയ്ക്ക് പോകാനോ പൂന്തറയിൽ നിന്ന് അമ്പലത്തേക്ക് പോകാനുള്ള ഒരു ഏക വഴി ഇവിടെയാണ്. അത് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. അതിന് ഭീമാപ്പള്ളി വഴി കറങ്ങി വന്നാൽ മാത്രമേ ഇതുവഴി പോകാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ വെട്ടാണ് കിട്ടുക. ലൈറ്റ് മൂട് ലൈറ്റ് അവിടെ ലൈറ്റ് എന്തായാലും ഇതിന്റെ നല്ല ഇരുട്ടാണ്. പക്ഷേ ഇതിന്റെ വലിയൊരു മരമാണ് ഇപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. ഇതിന്റെ മൂട് കാണാൻ ഈ വീടിന്റെ ഏകദേശം മതിലെല്ലാം തകർത്തുകൊണ്ടാണ് ഇതിപ്പോൾ താഴെ വീണത്. കേട്ടോ, പ്രേക്ഷകർ കാണുന്ന പോലെ ഇത്രയും വലിയൊരു മരമാണ്. ഈ മരം ഈ വീടിന്റെ മുമ്പിൽ നിന്ന മരമാണ്. വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. ഈ മരം വേരോടുകൂടി പുഴുതാണ് ഇപ്പോൾ റോഡിലേക്ക് മറിഞ്ഞു വീണേക്കുന്നത്. പക്ഷെ വലിയ കാറ്റൊന്നും അടിച്ചില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ എന്നാലും ഈ മരം വന്നിട്ടില്ലല്ലേ? കാറ്റൊന്നും വലുതായിട്ടില്ലായിരുന്നു. ഇല്ലാതെ തന്നെ ഇത് മറിഞ്ഞു വീണത്. വാഹനമൊന്നുമില്ലായിരുന്നു. അല്ല, ഇത് നിങ്ങൾ വീഴുന്ന സമയത്ത് ഉണ്ടായിരുന്നു അവിടെ? വീഴുന്ന സമയത്തില്ലായിരുന്നു. പക്ഷെ കാറ്റൊന്നും ഇല്ലായിരുന്നാ പറഞ്ഞു. അന്നല്ലേ? കാറ്റൊന്നും ഇല്ലായിരുന്നു. കാറ്റ് വന്ന് പോയതിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അല്ല, ഈ മരം വീഴുമെന്നുള്ള പ്രതീക്ഷ അങ്ങനെയല്ലോ ഉണ്ടായിരുന്നു? പഴകിയത് അങ്ങനെ? ഇല്ല, ഇത് ഒരുപാട് വർഷമായി. എന്റെ കൊച്ചുനാളെ ഞാൻ മരം കാണുന്നു. ഉണ്ട് അല്ലേ? അത് ഈ വീട്ടുകാർ പിന്നെ വേറെ മുറിക്കാതിരുന്നത്? ഇത് മുറിക്കാത്തതാണ്. ഓക്കെ. അവർക്ക് വേറെ അപകടങ്ങളോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഇതിന്റെ ട്രാൻസ്ഫോമർ നഷ്ടമായോ? അപ്പൊ അവർ തന്നെ ഉടനെ ലൈൻ കട്ട് ചെയ്തു? കട്ട് ചെയ്തു. ഓക്കെ. ശരി, അതാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ഇത് പറയാനുള്ളത്. അത് തന്നെ ഇപ്പോൾ ലൈവ് കാണുന്ന പ്രേക്ഷകർ ഒന്ന് ഷെയർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ പറഞ്ഞ പൂന്തറയ്ക്ക് വരാനുള്ളവർ പൂന്തറ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് വലത്തോട് ഭാഗത്തേക്ക് പോയാൽ മാത്രമേ ഭീമാപ്പള്ളി വഴി കറങ്ങി എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പൂന്തറയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യം കൂടി. ഏകദേശം മരത്തിന്റെ രൂപം ഇതാണ്. ഈ മരമാണ് ഈ വീടിന്റെ മുമ്പിൽ. KCB തൊട്ട് അടുത്താണ്. ഈ KCBയുടെ ഈ ഭാഗത്തു നിന്നാണ്, ഈ ഭാഗത്തുള്ള ഒരു മരമാണ് അമ്മച്ചി മരം എന്ന് പറയുന്ന വർഷങ്ങളോളം പഴക്കമുള്ള മരമാണ് ഇപ്പോൾ കടപുഴകി റോഡിലേക്ക് വീണിട്ടുള്ളത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ലൈൻ കമ്പിയെല്ലാം നേരെ പൊട്ടി തകർന്ന് താഴേക്ക് വീണിട്ടുണ്ട്. ഉടനെ ലൈൻ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിവായത് എന്നാണ് അറിയാൻ സാധിച്ചത്. പേട്ട ഫയർഫോഴ്സും മറ്റും എത്തിയിട്ടുണ്ട്. എന്നാലും JCB ഉണ്ടെങ്കിൽ നടക്കുന്നതാണ്.
പൂന്തറയിൽ നിന്നുള്ള ഏകദേശം ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ പൂന്തറയിൽ നിന്ന് അമ്പലത്തറയിലേക്ക് വരാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം എന്തായാലും മരം വീട് കിടന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല. തിരിച്ച് അമ്പലത്തറയിൽ നിന്ന് പൂന്തറയ്ക്ക് പോകുന്നവരും പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആസാനഗർ വഴി ഭീമാപ്പള്ളി വഴി കറങ്ങി മാത്രമേ പൂന്തറയ്ക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. പൂന്തറയിലേക്ക് പോകുന്നവർ അതോടെ പൂന്തറയിൽ നിന്ന് വരുന്നവരും നേരെ ഭീമാപ്പള്ളി വഴി ആസാനഗർ വഴി കറങ്ങി വേണം തിരിച്ചു പോകാൻ. കാരണം എന്തായാലും മണിക്കൂറുകളോളം എടുക്കും ഈ ഒരു ബ്ലോക്ക് മാറ്റാൻ എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത്. കാരണം ഇപ്പോഴും പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ശിഖരങ്ങൾ വെട്ടി മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. വരുന്ന വാഹനങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവിടുത്തെ പൂന്തറ കൗൺസിലർ, മാണിക്കളം വാർഡ് കൗൺസിലർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും മറ്റും നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഇതിപ്പോൾ നീക്കം ചെയ്യാൻ ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഉടനെ തന്നെ ഇത് നീക്കം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം ഒരു JCB ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വലിച്ച് നീട്ടാൻ സാധിക്കുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. ചെറുപടത്തിലാണോ? ഇവിടുത്തെ ആളാണോ? അല്ല. പരിസരവാസികളെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതിന്റെ ഒരു വർഷങ്ങളുള്ള പഴക്കവും മറ്റുമൊക്കെ. ഇവിടെ തന്നെയാണ് താമസം. ഈ മരം എങ്ങനെയാണ്? വർഷങ്ങളോളം പഴക്കമുണ്ടോ? എന്റെ ഓർമ്മയിലൊരു 7 വർഷത്തോളം പഴക്കമുണ്ട്. 70 വർഷത്തെ പഴക്കത്തിൽ ഇത് മുറിച്ച് മാറ്റിയതുമില്ല. അതെ. എന്ത് മരമാണിത്? ഇത് വറക്കംതൊങ്ങി മരം എന്ന് പറയും. വറക്കംതൊങ്ങി മരം എന്നാണ് നമ്മുടെ നാട്ടു ഭാഷ. ഓക്കെ. അല്ല, വീഴാനുള്ള ഒരു അടയാളമൊന്നും കാണിച്ചില്ലല്ലോ അല്ലേ? നല്ല ബലമാറ്റാൻ നിന്നത്. പ്രത്യേകിച്ച് വലിയ കാറ്റ് അടിച്ചോ? കാറ്റുണ്ടായിരുന്നു. അതിനാണ് താഴേക്ക് വീണത്. വേറെ അപകടമൊന്നും പറ്റിയിട്ടില്ല. വേറെ അപകടം ഞാൻ വന്നതേ ഉള്ളൂ. ഈ വീട്ടിലുള്ളവര് ഇല്ല അവിടെ? വന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടെ നാട്ടുകാർക്ക് ആണല്ലേ? 1 മണിക്കൂറായി. 70 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ നാട്ടുകാർ പറയുന്നത്. എന്നാലും മുറിച്ചു മാറ്റാനുള്ള പരിശ്രമം നടക്കുകയാണ്. ഈ ലൈവ് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സംഭവം ഞാനും കൂടെ നടത്തുകയാണ്. എന്നാലും ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. ഈ ലൈവ് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. പരമാവധി ഇത് ഷെയർ ചെയ്യുക. കാരണം ഈ പറഞ്ഞതുപോലെ പലരും ജോലിക്ക് പോയിട്ട് തിരിച്ച് പൂന്തറയിലേക്ക് പോകാനുള്ള ആളുകളുണ്ട്. അപ്പോൾ തിരിച്ചു വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ പൂന്തറയിലേക്ക് പോകുന്ന ആളുകൾ അമ്പലത്തറ നിന്ന് അല്ലെങ്കിൽ ഈ പൂന്തറ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് വലതുഭാഗത്തേക്ക് ആസാനഗർ വഴി കറങ്ങി ഭീമാപ്പള്ളി വഴി നേരെ പൂന്തറയ്ക്ക് പോകേണ്ടി വരും. പൂന്തറയിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകാനുള്ളവരും ഭീമാപ്പള്ളി വഴി കറങ്ങി പോയാൽ മാത്രമേ അവർക്ക് യാത്ര സുഖമായി പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി ശ്രദ്ധിക്കണം. അതോടൊപ്പം നിന്ന് കാറ്റും മഴയും ഉണ്ടെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അഭിപ്രായങ്ങൾ അത് നമ്മൾ മാനിക്കണം. കടൽ യാത്ര, അതേപോലെ കടൽ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ അതിനൊരു സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ ഷെയർ ചെയ്യണം. ഈ പൂന്തറ KCB മുമ്പിൽ ഉണ്ടായിരുന്ന അമ്മച്ചി മരം എന്ന് പറയുന്ന ഉറക്കംതൂങ്ങി മരം 70 കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതാണ് ഇപ്പോൾ കടപുഴകി വീണിട്ടുള്ളത്. വേറെ നാശനഷ്ടങ്ങളൊന്നും അറിവായിട്ടില്ല. ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാവരും ചേരുന്നത് മുറിച്ചു മാറ്റാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഉടനെ ഇതൊരു നീക്കം ചെയ്യാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. എന്തായാലും മണിക്കൂറുകൾ എടുക്കും. കറണ്ട് ഇന്ന് ഈ ഭാഗത്ത് വരികയില്ല എന്നും കൂടിയുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഹകരിക്കണമെന്നുള്ള അഭിപ്രായം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. KCBയുടെ കാരണം ഈ വൈദ്യുതി വിച്ഛേദിച്ചത് അത് ഇനി പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ ഒരു വൈദ്യുതി എവിടെയൊക്കെയാണ് പൊട്ടിക്കിടക്കുന്നത് എന്നുള്ളത് അത് പരിശോധിച്ച ശേഷം മാത്രമേ അത് വിച്ഛേദിച്ചത് പുനഃസ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിന് ശേഷമേ കറണ്ട് വരികയുള്ളൂ. അതോടൊപ്പം ഇവിടുത്തെ യാത്രയും ഈ പറഞ്ഞതുപോലെ മരം മുറിച്ചു മാറ്റിയ ശേഷം മാത്രമേ യാത്രയും പോകാൻ സാധിക്കുള്ളൂ. എന്തായാലും ലൈവ് കൂടെ വൈൻഡപ്പിയാണ്. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ ഈ ഒരു മഴ സമയത്തുള്ള യാത്രകളും മറ്റുമെല്ലാം സൂക്ഷിക്കണമെന്നാണ് മലയാള ജനതാ ന്യൂസിലും പറയാനുള്ളത്. എതിരെയുള്ള ട്രാൻസ്ഫോമറൊക്കെ തകർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഇതുവഴി പോകുന്നവരൊക്കെ നടന്നാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. നടന്നു പോകാൻ കുഴപ്പമില്ല, വഴിയിലൂടെ കയറി പോകാം. പക്ഷേ ബൈക്കോ യാത്രയൊന്നും പോകാൻ സാധിക്കില്ല.
പോവാ ഇതുവരെ ഈ വീടിനകത്തൂടെ പോവാം. ആ വീടിന്റെ സൈഡിൽ കൂടെ വീടിനകത്തൂടെ പോവാം. അതിലേ ആ വീടിനകത്തൂടെ കയറി അങ്ങ് പോവാം. നോക്കിപ്പോയാ ഇതിപ്പോ ഈ മരം ഈ ഇലക്ട്രിക് വയറിന്റെ പുറത്തുകൂടിയാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വയർ പൊട്ടിയാൽ ഡിസ്കണക്ട് ചെയ്ത് സുരക്ഷിതത്വം ഏതായാലും ഒഴിവാക്കിയിട്ടുണ്ട്.